ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ന് ഹിന്ദി ദിവസ്. ഹിന്ദി ഭാഷയുടെ പ്രോത്സാഹനത്തിന് കൂട്ടായ ശ്രമം ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭ സമ്മേളിക്കുക 12 ദിവസം. തിരുവനന്തപുരത്തും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കിയ ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യനില തൃപ്തികരം. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ ലഹരിയിൽ സംസ്ഥാനം. ശോഭായാത്രയ്ക്കൊരുങ്ങി വീഥികൾ. അഷ്ടമി രോഹിണി വള്ളസദ്യയോടനുബന്ധിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. അസമിൽ 18,530 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന സൌകര്യ വ്യാവസായിക വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. മേഖലയിലെ മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ശക്തിപ്പെടുത്തുന്ന ദരാങ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, GNM സ്കൂൾ, BSc നഴ്സിംഗ് കോളേജ് എന്നിവ ഉൾപ്പെടെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗോലാഘട്ടിൽ അസം ബയോ എത്തനോൾ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്ത് പരിഷ്കരിച്ച ചരക്ക് സേവന നികുതി നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. മുൻപ് 18% GST ഈടാക്കിയിരുന്ന ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായും നികുതിരഹിതമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ക്യാൻസർ, ഗുരുതര രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഗ്ലൂക്കോമീറ്ററുകൾ, തെർമോമീറ്ററുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളുടെയും GST 5% കുറച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ഇന്ന് ഹിന്ദി ദിവസ്. 1949 ഈ ദിവസമാണ് ഭരണഘടനാ അസംബ്ലി ദേവനാഗരി ലിപിയിലെ ഹിന്ദി ഭാഷ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. രാജ്യത്തിന്റെ സ്വത്വത്തിന്റെയും മൂല്യങ്ങളുടെയും ഊർജ്ജസ്വലമായ പൈതൃകമാണ് ഹിന്ദി ഭാഷയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. മറ്റ് ഇന്ത്യൻ ഭാഷകളോടൊപ്പം ഹിന്ദി ഭാഷയുടെ പ്രോത്സാഹനത്തിന് കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 5ാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാഷകളെയും അണിനിരത്തി സ്വയം പര്യാപ്തമായ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഹിന്ദി സുപ്രധാന പങ്ക് വഹിക്കുമെന്ന് ശ്രീ അമിത്ഷാ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. हमारे स्वाधीनता सेनानियों ने जनपदों की भाषाओं में आजादी के आंदोलन से जोड़ा. हिंदी के साथ ही सभी भारतीय भाषाओं के कवियों, साहित्यकारों और नाट्यकारों ने लोक भाषाओं में, लोक कथाओं में और लोक नाटकों के माध्यम से हर आयु, वर्ग और समाज के भीतर स्वाधीनता के संकल्प को प्रबल बनाया. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് ആദ്യ ദിനം സഭ പിരിയും. അടുത്ത മാസം 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. 15 ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് വിവരം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രോഗം ബാധിച്ച 17-കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടി കുളിക്കാനിറങ്ങിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളം പൂട്ടി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 10 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. രോഗം ഭേദമായ കോഴിക്കോട് സ്വദേശി ഇന്നലെ ആശുപത്രി വിട്ടു. വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണ് സംസ്ഥാന മന്ത്രിസഭ കൈക്കൊണ്ടതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനം എടുക്കാൻ കാലതാമസമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നിബന്ധനകളിൽ ഇളവ് വരുത്തിയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര നിയമത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടാണ് സംസ്ഥാനം നിയമനിർമ്മാണം നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയ തലത്തിൽ മികവ് തെളിയിച്ച കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമോദിക്കുന്ന എക്സലൻഷ്യ 2025 പരിപാടി നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി R ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. NAC, NIRF, KIRF നേട്ടങ്ങൾ കരസ്ഥമാക്കിയ 145 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നൽകി അനുമോദിക്കുന്നത്. ആയുഷ് മേഖലയിലെ വിവരസാങ്കേതിക വിദ്യാ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തിലെ ദേശീയ ആയുഷ് ദൌത്യം കോട്ടയത്ത് ശില്പശാല സംഘടിപ്പിക്കും.
ഈ മാസം 18-19 തീയതികളിൽ നടക്കുന്ന ശില്പശാലയിൽ നിരവധി വിദഗ്ധർ പങ്കെടുക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊടേച്ച മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പക്ഷിയിടിച്ചതിനെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചിറക്കി. ഇന്ന് രാവിലെ 6:30 പുറപ്പെട്ട വിമാനമാണ് 45 മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചിറക്കിയത്. വിമാനത്തിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം വിമാനത്താവള അധികൃതർ അറിയിച്ചു. 180ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ അബുദാബിയിലെത്തിക്കുന്നതിനായി ഷാർജയിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തുന്ന വിമാനം സജ്ജമാക്കും. തിരുവനന്തപുരത്ത് ഈ മാസം 18-19 തീയതികളിൽ അക്ഷരക്കൂട്ട് എന്ന പേരിൽ കുട്ടികളുടെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാഹിത്യരചനയിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക, ദിശാബോധം നൽകുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. കനകക്കുന്ന് കൊട്ടാരം, ജവഹർ ബാലഭവൻ, മൻവിള ACSTI എന്നിവിടങ്ങളിലാണ് സാഹിത്യോത്സവത്തിന് വേദിയാവുക. വിവിധ ക്ലാസുകളിലെ 137 വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും പ്രദർശനം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾക്ക് പുറമെ പാൽപായസ പൊങ്കാല, ഉറിയടി, കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വർണ്ണാഭമായ ശോഭായാത്രയ്ക്കായി വീഥികൾ ഒരുങ്ങിക്കഴിഞ്ഞു. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന ശോഭയാത്ര അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായ് ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്ര തിരുവനന്തപുരം നഗരത്തിലെ 8 കേന്ദ്രങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവ പാളയം ഗണപതി ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം മഹാശോഭയാത്രയായി പുത്തരിക്കണ്ടം മൈതാനത്ത് മഹാ ആരതി സമ്മേളനത്തോടെ സമാപിക്കും. ശ്രീകൃഷ്ണ വേഷം കെട്ടിയ നൂറുകണക്കിന് കുട്ടികളും നിശ്ചല ദൃശ്യങ്ങളും ഭജന സംഘങ്ങളും ശോഭായാത്രയ്ക്ക് നിറപ്പകിട്ടേകും. അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രത്യേക അഭിഷേകം നടക്കും. ജില്ലയിലെ മറ്റു കേന്ദ്രങ്ങളിലും നിരവധി ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നു. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വിജയത്തിന് പ്രേരണയാകട്ടെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മാഷ്ടമി എല്ലാവരിലും സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കട്ടെയെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആശംസിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ അഷ്ടമി രോഹിണി വള്ളസദ്യ ആരംഭിച്ചു. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു. മന്ത്രി പി. പ്രസാദ് സന്നിഹിതനായിരുന്നു. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമൂഹ സദ്യ എന്ന റെക്കോർഡ് അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യ ഉണ്ണാൻ വലിയ ഭക്തജന തിരക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. തുടർന്ന് നാക്കിലയിൽ ഭഗവാന് വള്ളസദ്യയുടെ വിഭവങ്ങൾ വിളമ്പി. തുടർന്ന് 52 പള്ളിയോടങ്ങളിലെത്തിയ കരക്കാർക്ക് ക്ഷേത്രത്തിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള പന്തലുകളിലും മറ്റു ഭക്തർക്ക് തെക്ക് ഭാഗത്തുള്ള സദ്യാലയത്തിലും ക്ഷേത്രമുറ്റത്തും സദ്യ വിളമ്പി. 501 പറ അരിയുടെ സദ്യയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം. ആകെ 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പോലീസ് മർദ്ദനം സംസ്ഥാനത്ത് തുടർക്കഥയാകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിരപരാധികൾ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയാവുകയാണെന്നും വിഷയത്തിൽ സർക്കാർ മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേരള സന്ദർശനം തുടരുന്ന പ്രിയങ്ക ഗാന്ധി MP ഇന്ന് കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ മർക്കസ് നോളജ് സിറ്റി സന്ദർശിച്ചു. തുടർന്ന് എഴുത്തുകാരൻ M.N. കാരശ്ശേരിയുമായി ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം താമരശ്ശേരി ബിഷപ്പിനെയും സന്ദർശിക്കും. ചേർത്തലയിൽ തീവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച് 27 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ചേർത്തല എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. പത്തനംതിട്ടയിൽ യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി മർദ്ദനത്തിനിരയാക്കിയ കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. റാന്നി സ്വദേശിയായ യുവാവിനെ വിളിച്ചു വരുത്തി നഗ്ന വീഡിയോ പകർത്തിയ ശേഷം ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ഹിന്ദി ദിവസ്. ഹിന്ദി ഭാഷയുടെ പ്രോത്സാഹനത്തിന് കൂട്ടായ ശ്രമം ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭ സമ്മേളിക്കുക 12 ദിവസം. തിരുവനന്തപുരത്തും അമേബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കിയ ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യനില തൃപ്തികരം.
ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ ലഹരിയിൽ സംസ്ഥാനം. ശോഭായാത്രയ്ക്കൊരുങ്ങിയ വീഥികൾ. അഷ്ടമിരോഹിണി വള്ളസദ്യയോടനുബന്ധിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.